ഹായ് ഹലോ വിവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. പഴകുന്തോറും വീഞ്ഞിന്റെ വീര്യം കൂടുമെന്ന് പറയുന്ന പോലെ, ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറയുന്ന പോലെ, മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൻ ചെല്ലുന്ന ഒന്നോട് പറഞ്ഞോട്ടെ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? സാധാരണ കൂട്ടമുള്ളിടത്തേക്ക് അവൻ ചെല്ലാറില്ല, അവൻ ചെല്ലുന്നിടത്താണ് കൂട്ടം. അതാണ് ശ്രീനിവാസൻ. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വാല്യൂബിൾ ആയ ഓരോ സിനിമകളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയും ഇവന്റുകളിലൂടെയും നമ്മളെ ത്രസിപ്പിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇവൻ അതായത് ബസ് സ്റ്റാൻഡിൽ മൈലെണ്ണ വിൽക്കാൻ വെച്ചേക്കുമെന്ന് നാട്ടുകാർ വിചാരിക്കുള്ളൂ. ഇത് നിങ്ങളുടെ മുട്ടുവേദന നിങ്ങളെ ത്രസിപ്പിക്കാൻ. നീ എന്നെ ആക്കിയതല്ലല്ലോ അല്ലേ? ഞാൻ ചെയ്യോ? നീ സത്യം പറ, നീ എന്നെ ആക്കി കളിയാക്കിയ പോലെ എനിക്ക് ഇപ്പൊ പറയാൻ. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെ ഇല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഇതേപോലെ ഇൻട്രോ, ഇവിടെ ഒരു ഇൻട്രോ എടുത്ത് പറ. ചെറുപ്പത്തിലെ ഒരാളോട് എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാം നമുക്ക് രമേശ് പിഷാരടിയെ പോലെ ആവണമെന്ന്. കാരണം അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് ടി വിയിലുണ്ട്, സിനിമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയണ്ടത്. ഞാൻ 3000 TV എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. നീ പറയുമ്പം രമേശാട് എല്ലായിടത്തും ഉണ്ട്. അദ്ദേഹം ടിവിയിലുണ്ട്, ഇതിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടെന്ന്. ചിരിക്കാണോ കരയാണോ? അതൊന്ന് കൂട്ടി പറഞ്ഞ. അല്ല, ഞാൻ ഭയങ്കര ഫാൻ. അരികയിലുണ്ട്, അരികെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.